ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2 തീമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ദൈവത്തിന്റെ സ്ഥിരമായ ഒരടിസ്ഥാനം നിലനിൽക്കുന്നു എന്നതാണ് കാണുവാൻ കഴിയുന്നത്. സത്യത്തിൽ നിന്ന് അനേകർ തെറ്റിപ്പോകും എന്ന് മത്തായിയുടെ സുവിശേഷം 24:11 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സഭയിലേക്ക് അനേക ദുരുപദേശങ്ങള് അന്ത്യകാലത്ത് നുഴഞ്ഞു കയറും എന്നതിനെ കുറിച്ചാണ് ഇവിടെ ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ സത്യസഭയെ നശിപ്പിക്കുവാനായിട്ട് ഇതിനൊന്നും കഴിയുന്നതല്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഒരു മുദ്ര ഈ അടിസ്ഥാനത്തിന് മുകളില് ഉണ്ട് എന്നതാണ്. രണ്ടാമത്തെ കാര്യം, വാസ്തവമായി ദൈവത്തിനുള്ളവർ അകൃത്യത്തിൽ നിന്നും ദുരുപദേശങ്ങളിൽ നിന്നും പിന്തിരിയുന്നു എന്നതാണ് രണ്ടാമത്തെ കാര്യം. 1 തീമോത്തിയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചേർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ഷണ്ട, ദൂഷണം, ദുസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഇവിടെ തീമോത്തിയോസിനോട് പൗലോസ് പറയുമ്പോൾ അതിന്റെ 11-ാം വാക്യം, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക എന്നുള്ളതാകുന്ന നിർദ്ദേശമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ദുരുപദേശങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒരു കൂട്ടർ നിശ്ചയമായിട്ടും സത്യത്തിന് വേണ്ടി ഉണ്ടാകും എന്നതാണ്. ഇവിടെ ഈ 2 തീമോത്തിയോസിന്റെ ലേഖനം 2:21 അവിടെയും നാം വായിച്ചത് ഇപ്രകാരമാണല്ലോ, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിലെ സഭയിൽ അനേക പാത്രങ്ങളുണ്ട്. മാനപാത്രങ്ങൾ അഥവാ തിന്മയിൽ നിന്ന് തങ്ങളെ തന്നെ വേർപെടുത്തി തിരുവചനത്തിന് അനുസരണമായി ജീവിക്കുന്നവരാണ് ഈ പറഞ്ഞ മാനപാത്രങ്ങൾ. അപ്പോൾ തന്നെ മാനഹീനപാത്രങ്ങൾ അഥവാ വ്യാജ വിശ്വാസികളും ഉണ്ട്. അത് ഈ 2 തീമോത്തിയോസിന്റെ ലേഖനം 2:14 മുതൽ പറയുന്നു, കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ഇരിക്കണമെന്നും കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുന്നു. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കുവാൻ തീമോത്തിയോസിനോട് വീണ്ടും പൗലോസ് പറയുകയാണ്. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്ക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അഥവാ ഇങ്ങനെയുള്ളവരുടെ വാക്കുകൾ, ഉപദേശങ്ങൾ അത് അർബുദ വ്യാധി പോലെ അത് തിന്നും എന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അഥവാ
അവര് അർബുദം എങ്ങനെ മനുഷ്യനെ കീഴടക്കുന്നുവോ വഞ്ചിക്കുന്നുവോ അതേപോലെ ഈ ദുരുപദേശം അഥവാ ഈ ദുരുപദേഷ്ടാക്കന്മാർ മനുഷ്യരെ വഞ്ചിക്കും എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അവർക്കൊരിക്കലും ദൈവത്തെ വഞ്ചിക്കുവാനായിട്ട് സാധ്യമല്ല. ദൈവത്തിന്റെ സഭയും അതിന്റെ അടിസ്ഥാനവും ഒരിക്കലും ഇളകുകയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തന്റെ യഥാർത്ഥ ദാസന്മാർ ആരാണെന്ന് ദൈവത്തിന് നിശ്ചയമായിട്ടും അറിയാം. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ഏതു സഭയിലും യോഗ്യരും കുലീനരുമായ വിശ്വാസികള് ഉണ്ടായിരിക്കും. അപ്പോൾ തന്നെ അയോഗ്യരും കുലഹീനരുമായവരും ഉണ്ടായിരിക്കും എന്നതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെയെല്ലാം വിട്ടൊഴിഞ്ഞ് ഒരു മാനപാത്രമായിരിക്കുന്ന ഒരവസ്ഥയിൽ ജീവിപ്പാനാണ് ദൈവം വിശ്വാസിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ ചേർക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് കടന്നു വരുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ആ പുനരുത്ഥാനത്തിൽ തന്നോടൊപ്പം പങ്കും ഓഹരിയും ഉള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം പിന്നെയും പിന്നെയും നമ്മോട് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അന്ത്യനാളുകളിൽ അനേക ഇടങ്ങളിൽ പല നിലകളിൽ വിശ്വാസത്യാഗം ശത്രു കൊണ്ടിടുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കാം, വിശുദ്ധിക്ക് വേണ്ടി പിന്നെയും നിലനിൽക്കാം. അതിനായി ദൈവത്തിൻ കരങ്ങളിൽ ഭരമേൽപ്പിക്കാം. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. അതനാശയേ അതനാനന്ദമേ അതൻ പ്രത്യാശയിൻ പ്രഭാതമേ.